പ്രോൺസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ അതിൻ്റെ നടുവിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, വെയിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതിനുശേഷം ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ചതച്ച മുളക്, അല്പം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള അധികം മൂക്കാത്ത കോവയ്ക്ക അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള അധികം എരിവില്ലാത്ത പച്ചമുളക് കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ടൊന്നും മിക്സ് ചെയ്യാനായിട്ട് പറ്റണില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും കോവയ്ക്കയിലും മസാല വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഞാൻ ഉണക്കമുളക് ചതച്ച അതേ മിക്സിയുടെ ജാറ് തന്നെ കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ഒരു ടൊമാറ്റോ, കുറച്ച് സവോള ഇതുപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ പ്രോൺസിലേക്ക് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1 ടീസ്പൂൺ കടലമാവ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കടലമാവ് നേരത്തെ തന്നെ ചേർത്ത് വെക്കരുത് കേട്ടോ. ഇനി പാനിലേക്ക് നന്നായി പാൻ ചൂടാക്കിയതിന് ശേഷം ഓയിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നിരത്തിയിടുക. ഒരു 3-4 മിനിറ്റ് കഴിയുന്നത് വരെ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കണ്ട. 3-4 മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് കൂട്ടി വയ്ക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറും. ഒരു 3-4 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. 3-4 മിനിറ്റിന് ശേഷം ഇതുപോലെ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കുക. മസാലയിലേക്ക് അങ്ങനെ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആകെ 2 സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ പ്രോൺസിലേക്കും ഇതിലേക്കും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതും കൂടി ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മിക്സായിട്ട് വരും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് എല്ലാം കൂടി ഒന്നും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1-2 മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പെരിഞ്ജീരകം നമ്മൾ മുഴുവനായിട്ട് സവോളയിൽ ക്രഷ് ചെയ്തെടുത്തതാണെങ്കിലും ഈ സമയത്ത് ഒരിത്തിരി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയും പ്രോൺസും കോവയ്ക്കയും എല്ലാം കൂടി ചേർന്ന് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ തന്നെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വലിഞ്ഞു പൊക്കോളും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കോവയ്ക്ക ഏതാ പ്രോൺസ് ഏതാന്ന് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത്രയും ടേസ്റ്റിൽ വരുന്ന ഒരു പ്രോൺസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല സൂപ്പർ മാച്ചാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.